ഫോൺ എടുക്കുന്നില്ലേ? യെസ്. എന്താ ഇത്? അവസാന സമയത്താണ് എക്സ്ക്യൂസ്. ദേ നോക്ക്, എവിടെ നിന്നാണെന്നൊന്നും എനിക്കറിയില്ല. ഇനി 20 മിനിറ്റ് ഉണ്ട് കല്യാണത്തിന്. എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് എന്റെ മുന്നിൽ നിർത്ത്. ഓക്കെ സർ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? സർ, നമ്മൾ ആരെയാണോ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത് അവര് രണ്ടുപേരും നമ്മളെ ചതിച്ചു. നമുക്ക് കല്യാണം കഴിച്ചാലോ? അയാളാണ് ശ്രീദേവ്, പ്രൈഡ് വിഷൻ കമ്പനിയുടെ CEO. ശ്രീദേവ് സർ, നിങ്ങൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇന്ന് തന്നെ നിങ്ങളുടെ കല്യാണം നടക്കണം. ഇല്ലെങ്കിൽ എന്ത് നടക്കുമെന്ന് നിങ്ങൾക്കറിയാലോ. സർ, യു ഡോണ്ട് വറി. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ കല്യാണം നടക്കും. ശ്രീദേവിന് കല്യാണം എന്ന് പറഞ്ഞാലേ അറപ്പ. പക്ഷെ ഇന്ന് അയാൾ കല്യാണം കഴിച്ചേ പറ്റൂ. ഇവളാണ് വർണ്ണ, എ സെലിബ്രേറ്റഡ് മോഡൽ. ഒരു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് അവൾ വിവേകിനെ പരിചയപ്പെടുന്നു. പിന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് സിൻസിയർ പ്രണയമായി മാറുന്നു. ഹലോ വിവേക്, വിവേക് നീ എവിടെയാ? ഇന്ന് നമ്മുടെ കല്യാണമല്ലേ, നീ മറന്നോ? ഐ ആം സോറി വർണ്ണ. ബൈ. വിവേക്, ഹലോ. വർണ്ണയും നീയും ശരിക്കും നാളെ കല്യാണം കഴിക്കാൻ പോവാണോ? പക്ഷെ നീ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് ക്യാൻസൽ ചെയ്യാം. സീരിയസ്ലി? നമ്മൾ ഫിക്സ് ചെയ്ത പെണ്ണ് ഫോൺ എടുക്കുന്നില്ല സർ. വാട്ട്? ഫോൺ എടുക്കുന്നില്ലേ? യെസ് സർ. എന്താ ഇത്? അവസാന സമയത്താണ് എക്സ്ക്യൂസ്. ദേ നോക്ക്, എവിടെ നിന്നാണെന്നൊന്നും എനിക്കറിയില്ല. ഇനി 20 മിനിറ്റ് ഉണ്ട് കല്യാണത്തിന്. എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് എന്റെ മുന്നിൽ നിർത്ത്. ഓക്കെ സർ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? സർ, നമ്മൾ ആരെയാണോ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത് അവര് രണ്ടുപേരും നമ്മളെ ചതിച്ചു. നമുക്ക് കല്യാണം കഴിച്ചാലോ? മാഡം, നിങ്ങളുടെ പേര്? വർണ്ണ. ശ്രീദേവിന്റെ സെക്രട്ടറി വർണ്ണയുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തിട്ട് അവൾ നല്ല പെൺകുട്ടിയാണെന്ന് ഗ്രീൻ സിഗ്നൽ കൊടുത്തു. എനിക്ക് ഓക്കെയാണ്. പക്ഷെ അതിനു മുന്നേ താനൊരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യണം. വർണ്ണ കോൺട്രാക്ട് വായിക്കാതെ തന്നെ സൈൻ ചെയ്തു. ശ്രീദേവിന് ഇപ്പോഴാണ് സമാധാനമായത്. നിങ്ങളുടെ മുഴുവൻ പേരും പറയൂ. വർണ്ണ കേശവൻ. ഇവിടെ ഒപ്പിട്ടുള്ളൂ. ആ രാത്രിയും പതിവ് പോലെ വളരെയേറെ മനോഹരിയായിരുന്നു. എങ്ങും പ്രകാശം ചൊരിയുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ, ചീറിപ്പായുന്ന വാഹനങ്ങൾ. കൊച്ചിയിലെ ഗ്രാൻഡ് ഹോട്ടലിൽ ഒരു പാർട്ടി നടക്കുകയായിരുന്നു. എങ്ങും വലിയ അട്ടഹാസങ്ങൾ, ചിരികൾ, കളികൾ. ഈ സന്തോഷത്തിനിടയിൽ വർണ്ണ പതിവിലും അധികമായി മദ്യപിച്ചിരുന്നു. ആകെ ബോധം നഷ്ടപ്പെട്ട വർണ്ണയെ അവളുടെ പ്രതിസുത വരൻ ഒരു വിധത്തിൽ താങ്ങിപ്പിടിച്ച് അവരുടെ ഫ്ളാറ്റിലെത്തിച്ചു. അവൾക്കൊട്ടും സ്വബോധമില്ലായിരുന്നു. പോരാത്തതിന് തല വെട്ടിപ്പൊളിയുന്ന വേദനയും. ഇതാദ്യമായാണ് അവൾ ഇത്രയും അധികം മദ്യപിക്കുന്നത്. എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ട് അവൾ മെല്ലെ കണ്ണു തുറക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൾക്ക് കഴിഞ്ഞില്ല. എന്നിട്ടും എങ്ങനെയൊക്കെയോ പാടുപെട്ട് അവൾ തന്റെ കണ്ണു തുറന്നു. അപ്പോൾ അവൾ അവിടെ കണ്ട കാഴ്ച അവൾക്ക് വിശ്വസിക്കാനായില്ല. മിന്നലേറ്റതുപോലെ നിശ്ചലയായി അവൾ ആ ബെഡിലിരുന്നു. അവൾ ആ രണ്ടുപേരെയും കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നു. അവളുടെ മനസ്സിൽ ദേഷ്യവും നിരാശയും തിളച്ചു പൊങ്ങാൻ തുടങ്ങി. നീന, ഒന്നടങ്ങിയിരിക്കെ, ശബ്ദമുണ്ടാക്കില്ലേ. വർണ്ണ ജസ്റ്റ് ഉറങ്ങിയതേയുള്ളൂ. എന്താ, നിനക്കവളെ പേടിയാണോ? അവൾ എണീറ്റാൽ ഇപ്പൊ എന്താണ്? നീന അക്ഷമയോടെ അവനോട് പറഞ്ഞു. വർണ്ണ തന്റെ കണ്ണുനീർ തടഞ്ഞു നിർത്താൻ ആഞ്ഞു ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവളുടെ കവിളുകൾ നനയുന്നത് അവൾക്ക് തിരിച്ചറിയാമായിരുന്നു. അവളുടെ മനസ്സാകെ കലങ്ങി മറഞ്ഞ അവസ്ഥയിലായിരുന്നു. തന്റെ കൺമുന്നിൽ വെച്ച് ഈ നടന്നതൊന്നും അവൾക്ക് വിശ്വസിക്കാനായില്ല. നാളെ തന്റെ കഴുത്തിൽ താലി ചാർത്തേണ്ട പുരുഷൻ ഇന്ന് തനിക്ക് തൊട്ടരികിലിരുന്ന് മറ്റൊരു സ്ത്രീയെ ചുംബിക്കുന്നു. ഛേ, വർണ്ണ അപ്പോഴും ഉറങ്ങുകയാണെന്നാണ് നീന കരുതിയത്. വർണ്ണയെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് അവൾ മെല്ലെ ഒന്ന് ചിരിച്ചു. അവൾ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. വർണ്ണേ, നീയും വിവേകും നാളെ ആ പേപ്പറിൽ ഒപ്പിടില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ഞാൻ അവന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോവുകയാണ്. അവൻ എന്റെ മാത്രമാണ്, എന്റെ മാത്രം.
വർണ്ണ തന്റെ മുഷ്ടി ചുരുട്ടി പിടിച്ചു. ഒരു ചെറിയ ശബ്ദം പോലും പുറത്തു വരാതിരിക്കാൻ അവൾ നന്നേ പാടുപെട്ടു. തനിക്ക് ചുറ്റുമുള്ള ലോകം തകർന്നു വീഴുന്നത് അവൾ നിശബ്ദയായി സഹിച്ചു. 3 വർഷങ്ങൾക്ക് മുമ്പ് വർണ്ണ കേരളത്തിലെ ഏറ്റവും പ്രശസ്തയായ ഒരു മോഡലായിരുന്നു. പക്ഷേ തന്റെ ഇഷ്ടപുരുഷന് വേണ്ടി അവൾ എല്ലാം ഉപേക്ഷിച്ചു. താൻ വളരെയധികം കഷ്ടപ്പെട്ട് നേടിയ അവസരങ്ങൾ പലതും വർണ്ണ നീനയ്ക്ക് കൈമാറി. ഇക്കാലം അത്രയും വർണ്ണ ചെയ്തു കൂട്ടിയതെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് വെള്ളത്തിൽ വരച്ച വരയായി മാറി. ഇല്ല, ഇതൊന്നും സത്യമല്ല. ഇതൊരു സ്വപ്നമാണ്, ഒരു ദുഷിച്ച സ്വപ്നം. എല്ലാം ശരിയാവും, ഇതൊരു സ്വപ്നം മാത്രമാണ്, ഇതൊന്നും വിശ്വസിക്കേണ്ട. വർണ്ണ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് സ്വയം സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. പാതിരാത്രി ആയപ്പോൾ നീന തനിക്ക് തീരെ സുഖമില്ലെന്ന് പറഞ്ഞ് വിവേകിനെയും കൂട്ടി ഹോട്ടലിൽ നിന്നും പോയി. അത് വിവേകിന്റെ മടക്കമില്ലാത്ത യാത്രയുടെ തുടക്കമായിരുന്നു. പക്ഷേ നാളെയല്ലേ കല്യാണം? നേരത്തെ പറഞ്ഞുറപ്പിച്ചതുപോലെ വർണ്ണ രാവിലെ തന്നെ രജിസ്റ്റർ ഓഫീസിൽ എത്തിച്ചേർന്നു. കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അവൾ ഫോണെടുത്ത് വിവേകിനെ വിളിച്ചു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ മറുവശത്തു നിന്നും ഒരു തണുപ്പൻ മറുപടിയാണ് വന്നത്. നീനയ്ക്കൊരു ആക്സിഡന്റ് ഉണ്ടായി, സ്റ്റേജിൽ വെച്ച്. ഞാനിപ്പോൾ അവളുടെ അടുത്താണ്. ഞാൻ ഈ കാര്യമൊന്ന് റെഡിയാക്കട്ടെ. നമുക്ക് ഈ രജിസ്റ്റർ മാരേജ് വേറൊരു ദിവസത്തേക്ക് മാറ്റാം. ആ വേറൊരു ദിവസം ഇനി ഒരിക്കലും ഉണ്ടാവില്ലെന്ന് വർണ്ണയ്ക്ക് നന്നായി അറിയാമായിരുന്നു. വർണ്ണ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അവളുടെ കണ്ണുകൾ ഒരു ഉയരമുള്ള മനുഷ്യനിൽ തട്ടി നിന്നത്. ഈ മനുഷ്യൻ ആരാണ്? എന്തൊരു തേജസ്സാണ് ഇയാൾക്ക്! ഒരു രാജാവിനെ പോലെ ഉണ്ടല്ലോ. അയാൾ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് വർണ്ണ അയാളെ ഓർത്തെടുത്തു. ഓ, ഇത് ശ്രീദേവല്ലേ, പനാഷി ഇന്റർനാഷണലിന്റെ CEO. പണ്ടവൾ മോഡലിംഗ് രംഗത്ത് കത്തി നിന്നിരുന്ന കാലത്ത് ഒരു തവണയോ മറ്റോ ഒരു പാർട്ടിയിൽ വെച്ച് ഇയാളെ കണ്ടിരുന്നു. ഓഹോ, ഇനി ഇയാളുടെയും കല്യാണമാണോ? കൊള്ളാമല്ലോ, അവൾ മനസ്സിൽ ചിന്തിച്ചു. പ്രസിഡന്റ്, രമ്യ ഇതുവരെ വന്നിട്ടില്ല. 10 മിനിറ്റ് ലേറ്റാണ്. ശ്രീദേവ് വന്നത് കണ്ട് അയാളുടെ അസിസ്റ്റന്റ് വളരെ വിനയത്തോടെ പറഞ്ഞു. ആ മേനോൻ ഫാമിലിയെ വിളിച്ചു പറഞ്ഞേക്ക്, സ്വന്തം വിവാഹത്തിന് പോലും നേരത്തിന് വരാൻ അവൾക്ക് കഴിവില്ലെങ്കിൽ പിന്നെ അവൾ ഇങ്ങോട്ട് വരേണ്ടതില്ലെന്ന്. ശ്രീദേവ് കനത്ത സ്വരത്തിൽ പറഞ്ഞു. പക്ഷെ ചെയർമാൻ പറഞ്ഞത് എന്തൊക്കെയായാലും ഇന്ന് തന്നെ സാറിന്റെ വിവാഹം നടക്കണമെന്നല്ലേ? അസിസ്റ്റന്റ് ഓർമ്മിപ്പിച്ചു. എങ്കിൽ പിന്നെ ഏതെങ്കിലും നല്ല കുടുംബത്തിൽ നിന്ന് ആരെയെങ്കിലും കണ്ടുപിടിച്ചോണ്ട് വാ. നിനക്ക് ഞാൻ ഒരു അരമണിക്കൂർ സമയം തരാം, ശ്രീദേവ് ആജ്ഞയുടെ സ്വരത്തിൽ പറഞ്ഞു. ഒരു കണക്കിന് ശ്രീദേവും ഇപ്പോൾ വർണ്ണയുടെ അതേ അവസ്ഥയിൽ തന്നെയാണ്. വിവാഹം നടത്താൻ വന്നിട്ട് അത് പാളിപ്പോയ അവസ്ഥ. ശ്രീദേവ് വളരെയധികം സ്വാധീനമുള്ളവനായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അയാൾ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഈ വിവാഹത്തിന് വേണ്ടി വന്നിരിക്കുന്നത്. കുടുംബത്തിലെ തലമൂത്തവരുടെ നിർബന്ധമായിരുന്നു അയാളെ ഇങ്ങനെയൊരു സാഹസത്തിലേക്ക് നയിച്ചത്. ഇതെല്ലാം കണ്ടുകൊണ്ടു നിന്ന വർണ്ണയുടെ മനസ്സിൽ പെട്ടെന്ന് ഒരാശയം ഉദിച്ചു. അവൾ ശ്രീദേവിന് മുന്നിലേക്ക് നീങ്ങി നിന്ന് സധൈര്യം പറഞ്ഞു. പ്രസിഡന്റ്, നിങ്ങളുടെ വധു ഇതുവരെ എത്തിയില്ല അല്ലേ? എന്റെ വരനാണെങ്കിൽ എന്നെ കൈയൊഴിയുകയും ചെയ്തു. എന്നാൽ പിന്നെ നമുക്ക് കല്യാണം കഴിച്ചാലോ? എന്തു പറയുന്നു? ശ്രീദേവിന്റെ അസിസ്റ്റന്റ് അവളുടെ സംസാരം കേട്ട് വാ പൊളിച്ചു നിന്നുപോയി. വർണ്ണ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ അവിടെ തന്നെ നിന്നു. ശ്രീദേവ് തന്റെ സൺഗ്ലാസ് മാറ്റി വിടർന്ന കണ്ണുകളോടെ അവളെ നോക്കി. അയാളുടെ കൃഷ്ണമണികൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അയാൾ അസിസ്റ്റന്റിനോട് കൽപ്പിച്ചു, ഇവളുടെ ഡീറ്റെയിൽസ് വേണം. ആ അസിസ്റ്റന്റിന് വർണ്ണയെ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായിരുന്നു. അയാൾ വേഗം തന്റെ ഫോൺ എടുത്ത് ഗൂഗിളിൽ വർണ്ണയുടെ പേര് സെർച്ച് ചെയ്തു. ആ റിസൾട്ട് എല്ലാം അയാൾ ശ്രീദേവിന് കാണിച്ചു കൊടുത്തു. 2 നിമിഷത്തിനു ശേഷം ശ്രീദേവിന്റെ ചുണ്ടുകൾ ചെറുതായൊന്ന് അനങ്ങി. അവൻ പറഞ്ഞു, ഓക്കെ. ശ്രീദേവിനെ കണ്ടുമുട്ടിയ ഈ നിമിഷമാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യം നിറഞ്ഞ നിമിഷമെന്ന് വർണ്ണ മനസ്സിലോർത്തു. വിവേക് എന്നെങ്കിലും ഒരു നാൾ തന്റെ പ്രവൃത്തികളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കണമെന്നേ വർണ്ണയുടെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. വർണ്ണ ശ്രീദേവിനൊപ്പം രജിസ്ട്രാറുടെ മുന്നിലെത്തി. എല്ലാം വളരെ ഭംഗിയായി തന്നെ നടന്നു. വെറും അരമണിക്കൂറിനുള്ളിൽ ആ വിവാഹ സർട്ടിഫിക്കറ്റ് വർണ്ണയുടെ കയ്യിലെത്തി. ഇതാ, ഇപ്പോൾ മുതൽ അവൾ ഒരു ഭാര്യയാണ്. വർണ്ണ ശ്രീദേവിനെ നോക്കി. അവൾ ചോദിച്ചു, പ്രസിഡന്റ്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. കാറിലേക്ക് കയറ്. ശ്രീദേവ് തന്റെ സൺഗ്ലാസും വെച്ചുകൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങി. അവൾ മെല്ലെ പറഞ്ഞു തുടങ്ങി, താങ്ക് യു എന്നെ കല്യാണം കഴിച്ചതിന്.
ഇതിനു പകരമായി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. പക്ഷെ എനിക്കൊരു അപേക്ഷയുണ്ട്. ഒന്നല്ല, 2. പറയൂ. ക്ഷീണിച്ച സ്വരത്തിൽ ശ്രീദേവ് ആവശ്യപ്പെട്ടു. അയാൾ തന്റെ തൈ ലൂസാക്കുകയായിരുന്നു. വർണ്ണ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു തുടങ്ങി. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈ വിവാഹം തീർത്തും ഒരു രഹസ്യമായി സൂക്ഷിക്കണം. ഒരു വഴിയുമില്ലാതെ വന്നാൽ മാത്രമേ ഇത് പുറം ലോകം അറിയാവൂ. പിന്നെ രണ്ടാമതായി, എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ നോക്കരുത്. അവളുടെ ഈ ആവശ്യങ്ങൾ കേട്ടതിനു ശേഷം ശ്രീദേവ് നിഗൂഢമായൊന്ന് ചിരിച്ചു. ആ ചിരിക്ക് പിന്നിൽ എന്തോ ഒന്ന് മറഞ്ഞിരിപ്പുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ശരി, ഞാൻ നിനക്ക് വാക്കു തരുന്നു. നമുക്കിതൊക്കെയും രഹസ്യമായി തന്നെ വെക്കാം. പക്ഷെ ഞാൻ നിനക്ക് ഒരു 6 മാസം സമയം തരാം. അതിനുള്ളിൽ നീ നിന്റെ പാസ്റ്റ് മറന്നു കളയണം. അത് കഴിഞ്ഞ് മാത്രം ഞാൻ ഈ വിവാഹം പരസ്യമാക്കും. വർണ്ണ സമ്മതം മൂളിക്കൊണ്ട് പറഞ്ഞു, താങ്ക് യു. ശ്രീദേവ് കൂട്ടിച്ചേർത്തു, പിന്നെ ഒരു കാര്യം, വിവാഹം കഴിഞ്ഞ് 2 പേർ വേറിട്ട് താമസിക്കുന്നത് നല്ലതല്ല. ഒരു 3 ദിവസം സമയം തരാം. അതിനുള്ളിൽ നീ നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ പറയുന്നിടത്തേക്ക് താമസം മാറണം. അതിനെക്കുറിച്ചൊക്കെ എന്റെ അസിസ്റ്റന്റ് നിന്നോട് സംസാരിക്കും. വർണ്ണ മറുത്തൊന്നും പറഞ്ഞില്ല. അവരുടെ വിവാഹം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇതൊക്കെ തികച്ചും സ്വാഭാവികവും ന്യായവുമായ കാര്യങ്ങളാണ്. അവൾ തലയാട്ടിക്കൊണ്ട് മറുപടി പറഞ്ഞു, ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ശ്രീദേവ് ഗുഡ് എന്ന് പറഞ്ഞ് തല ഉലുക്കി. ശേഷം വർണ്ണ കാറിൽ നിന്നിറങ്ങി നടന്നു നീങ്ങി. ശ്രീദേവിന്റെ അസിസ്റ്റന്റ് ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു. റിവർവ്യൂ മിററിലൂടെ പിറകിലേക്ക് നോക്കി അയാൾ ചോദിച്ചു, പ്രസിഡന്റ്, നമ്മൾ നേരെ ഓഫീസിലേക്കാണോ പോകുന്നത്, അതോ വീട്ടിൽ പോയി ചെയർമാനെ ഇക്കാര്യം അറിയിക്കുന്നോ? ശ്രീദേവ് അയാളെ കേട്ട ഭാവം പോലും നടിക്കാതെ പറഞ്ഞു, വർണ്ണയെ ഫോളോ ചെയ്ത് എല്ലാ വിവരങ്ങളും എനിക്ക് അപ്പപ്പോൾ കിട്ടണം. എന്തൊക്കെയോ കാര്യമായി തന്നെ അവളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ അവൾ തന്നോട് ഇങ്ങോട്ട് വന്ന് അവളെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. അയാൾ മനസ്സിലോർത്തു. ഒരു ഇന്റർനാഷണൽ മീഡിയ ഏജൻസിയുടെ തലവൻ എന്ന നിലയിൽ അയാൾ തീർച്ചയായും വർണ്ണയെപ്പറ്റി നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട്. അവൾ ഒരു കാലത്ത് വളരെ പ്രശസ്തിയായ ഒരു മോഡലായിരുന്നു. പക്ഷേ 3 വർഷങ്ങൾക്ക് മുമ്പ് അവൾ ടോപ്പ് ഏജൻസിയായ സ്റ്റാർ കിങ്ങിന്റെ ഓഫർ നിരസിച്ചു. അതിന്റെ പേരിൽ അവർ അവളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയും ഉണ്ടായി. ഒടുവിൽ അവൾ ഇമേജസ് എന്ന ഏജൻസിയുമായി കരാർ ഒപ്പുവെക്കുകയും അവളുടെ ബോസായ വിവേകിനോടൊപ്പം ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ വർണ്ണ പോലും താൻ ഇത്രയും ധൈര്യശാലിയാണെന്ന് വിചാരിച്ചിരുന്നില്ല. അവളിതാ ഇപ്പോൾ ഒരു അപരിചിതനെ വിവാഹം ചെയ്തിരിക്കുന്നു. ഓർക്കുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി ഒരു തിരിഞ്ഞുനോട്ടമില്ല. വർണ്ണ തിരികെ വന്ന് സ്വന്തം കാറിൽ കയറി. കാർ സ്റ്റാർട്ടാക്കാൻ ഒരുങ്ങവേ അവളുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അത് വിവേകിന്റെ കോളായിരുന്നു. വർണ്ണ കോൾ എടുത്തതും അവൻ ധൃതിയിൽ പറഞ്ഞു തുടങ്ങി, വർണ്ണ, നീ എവിടെയാ? വർണ്ണ ശാന്തിയായി മറുപടി പറഞ്ഞു, ഞാനിപ്പോൾ രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ വീട്ടിൽ പോകാൻ തുടങ്ങുകയായിരുന്നു. അവളുടെ ആ വാക്കുകൾ അവളുടെ ഉള്ളിലെ പലവിധ വികാരങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ടിരുന്നു. വിവേക് അധികാരത്തോട് അവളോട് പറയാൻ തുടങ്ങി, നീനക്ക് ഇന്നൊരു ഇമ്പോർട്ടന്റ് ഷോയുണ്ട്. പക്ഷെ അവളുടെ ഈ അവസ്ഥയിൽ അവൾക്കതിൽ പങ്കെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവൾക്ക് പകരം നീ പോകണം. അവളുടെ ഒരു ഡ്യൂപ്പായി നിന്ന് നീ ഈ ഷോ ചെയ്യണം. അവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നിനക്കൊരു മാസ്ക് ഒക്കെ റെഡിയാക്കി തരും. അപ്പോൾ പിന്നെ ആരും നിന്നെ തിരിച്ചറിയില്ല. അവൻ കൂടുതൽ ധാർഷ്ട്യത്തോടെ തുടർന്നു, നീനിക്ക് പരിക്ക് പറ്റിയതുകൊണ്ട് നീ കുറച്ച് കഷ്ടപ്പാട് സഹിക്കേണ്ടി വരും. വർണ്ണ പെട്ടെന്ന് തന്നെ ചോദിച്ചു, അല്ല, നീ പറഞ്ഞത് നീനിക്ക് സ്റ്റേജിൽ വെച്ച് പരിക്ക് പറ്റിയതാണെന്നല്ലേ? അപ്പോൾ അക്കാര്യം മീഡിയ അറിഞ്ഞു കാണില്ലേ? അവൾ ഹോസ്പിറ്റലിലാണെന്ന് മീഡിയ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ? അവളെ പറഞ്ഞു മുഴുവനാക്കാൻ വിവേക് സമ്മതിച്ചില്ല. അവൻ ഇടയിൽ കയറി പറഞ്ഞു, ആ, അതൊക്കെ എനിക്ക് വിട്ടേക്ക്. അവൾ പരിക്ക് വെച്ചുകൊണ്ട് തന്നെ ഷോ ചെയ്യാൻ പോവുകയാണെന്ന് ഞാൻ മീഡിയയ്ക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ നിന്നോട് പോവാൻ പറഞ്ഞാൽ നീ പോകണം. വേറെ വലിയ കാര്യമൊന്നും അന്വേഷിക്കണ്ട. വിവേകിന് തീരെ അന്തസ്സില്ലായിരുന്നു. ഇതിനോടകം തന്നെ വർണ്ണ നീനിക്ക് വേണ്ടി ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. നീനിയും വിവേകും, അവർ ഇരുവരും അതിവിദഗ്ധമായി വർണ്ണയെ ഉപയോഗിക്കുകയായിരുന്നു. എന്തായാലും ഇനിയും അവരുടെ ഇഷ്ടങ്ങൾക്ക് നിന്നുകൊടുക്കാൻ വർണ്ണ തയ്യാറല്ലായിരുന്നു. വർണ്ണ ശാന്തത ഭാവിച്ചുകൊണ്ട് പറഞ്ഞു, ശരി,
സമയവും സ്ഥലവും ഒക്കെ പറ, ഞാൻ ഇപ്പോൾ തന്നെ അവിടെ എത്തിക്കൊള്ളാം. വിവേക് വീണ്ടും നാണമില്ലാതെ പറഞ്ഞു തുടങ്ങി. വർണ്ണ, നമ്മുടെ വിവാഹം ഇങ്ങടുത്തെത്തിയില്ലേ? നീനിക്കൊരു വമ്പൻ വിജയം കിട്ടാൻ നീ അവളെ ഒന്ന് സഹായിക്കേ. ഇത് കേട്ട് വർണ്ണയ്ക്ക് അവനോട് പുച്ഛം തോന്നി. അവളൊരു പുഞ്ചിരിയോട് പറഞ്ഞു, അതിനെന്താ, ഞാൻ അവളെ സഹായിക്കാമല്ലോ. അവളുടെ ആ വാക്കിന് പുറകിൽ എന്തോ ഒന്ന് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അതൊന്നും അറിയാതെ വിവേക് പറഞ്ഞു, എന്നാൽ ശരി, നീ പോകാൻ നോക്ക്. ഡിന്നർ നമുക്ക് ഒന്നിച്ചു കഴിക്കാം. ഇതും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു. പെട്ടെന്ന് ചിന്തകളിൽ നിന്നുണർന്ന വർണ്ണ വേഗം തന്റെ കാറെടുത്ത് ഷോ നടക്കുന്ന വേദിയിലേക്ക് പോയി. അവിടെ നീനയുടെ അസിസ്റ്റന്റ് അവളെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. അയാൾ സുമുഖനും എന്നാൽ ഒരു സൂത്രശാലിയുമായിരുന്നു. അയാൾ വർണ്ണയോട് അത്യധികം മര്യാദയോടെ ബഹുമാനത്തോടെയായിരുന്നു സംസാരിച്ചത്. വർണ്ണ ഇപ്പോൾ അത്ര പ്രശസ്തിയൊന്നുമല്ലെങ്കിലും അവളുടെ കുടുംബ മഹിമയ്ക്ക് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ലായിരുന്നു. അവർ അതിപ്രശസ്തരായിരുന്നു. നീനയുടെ അസിസ്റ്റന്റ് തിടുക്കത്തിൽ പറഞ്ഞു, എന്താ ഇത്ര ലേറ്റ് ആയത്? വരൂ, വേഗം മേക്കപ്പ് തുടങ്ങിക്കോളൂ, സമയമില്ല. ഡ്രസ്സിംഗ് റൂമിലേക്ക് നടക്കുന്ന വഴിയിൽ വർണ്ണ ചോദിച്ചു, ഇതെന്ത് ടൈപ്പ് ഷോയാണ്? അയാൾ പറഞ്ഞു, അങ്ങനെ അത്ര വലിയ ഷോയൊന്നുമല്ല. ശരിക്കും ഇതൊരു ഫ്രഞ്ച് കമ്പനിയുടെ ജ്വല്ലറി ഷോയാണ്, BG ഗ്രൂപ്പ്. യഥാർത്ഥത്തിൽ ഈ ഷോയ്ക്ക് ശേഷം നീന BG ഗ്രൂപ്പിന്റെ ഔദ്യോഗിക വക്താവായി നിയമിക്കപ്പെടാൻ പോവുകയാണ്. പക്ഷെ അവളുടെ പരിക്ക് മൂലം ഈ അവസരം അവൾക്ക് നഷ്ടപ്പെട്ടേനെ. എന്നാൽ അപ്പോഴാണ് വിവേക് ഇടപെട്ട് വർണ്ണയെ രംഗത്തിറക്കുന്നത്. നീനയ്ക്കും അതിൽ സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യത്തിൽ വർണ്ണ വരുന്ന വഴിയെ തന്നെ ഈ ഷോയെക്കുറിച്ച് അല്പസ്വല്പം അന്വേഷണം നടത്തിയിരുന്നു. അത് ക്രൗൺ സ്റ്റാർ ജ്വല്ലറി ഷോ ആയിരുന്നു, അല്ലാതെ നീനയുടെ അസിസ്റ്റന്റ് പറഞ്ഞതുപോലെ BG ഗ്രൂപ്പിന്റെ വെറും ഒരു ഷോ അല്ല. അവൻ വർണ്ണയോട് കള്ളം പറയുകയായിരുന്നു. അവളെ പറഞ്ഞു പറ്റിക്കാൻ അത്ര എളുപ്പമാണെന്നാണോ അയാളുടെ വിചാരം? എന്തായാലും നീനയ്ക്ക് പറ്റിയ പരിക്ക് നിങ്ങളുടെ ഭാഗ്യമായി. നിങ്ങൾക്ക് ഈ മേക്കപ്പ് റൂം സ്വന്തമായി ഉപയോഗിക്കാമല്ലോ. ഈ ഷോയുടെ ഗ്രാൻഡ് ഫിനാലെയിലാണ് നിങ്ങൾ പെർഫോം ചെയ്യേണ്ടത്. ഇതാ ഈ ജ്വല്ലറി പീസ് നിങ്ങൾ പ്രസന്റ് ചെയ്യുക. ഇതാണ് ടൈം ഷെഡ്യൂൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ ഇരുന്നിരുന്ന ഒരു ജ്വല്ലറി പീസിലേക്ക് വിരൽ ചൂണ്ടി. ശേഷം മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് വേഗം തന്നെ വർണ്ണയെ ഒരുക്കിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഒരു മാസ്ക് വെച്ചാൽ വർണ്ണയെ ആരും തിരിച്ചറിയില്ലെന്നായിരുന്നു വിവേകിന്റെ ചിന്ത. എന്തൊരു മണ്ടത്തരം! തന്നെ ചതിച്ചവർക്കെല്ലാം താൻ ഇന്നൊരു ഗംഭീര സർപ്രൈസ് തന്നെ കൊടുക്കുമെന്ന് വർണ്ണ മനസ്സിൽ ഉറപ്പിച്ചു. അതേസമയം ശ്രീദേവിന്റെ അസിസ്റ്റന്റ് വർണ്ണയെ അവൾ അറിയാതെ തന്നെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. നീനയ്ക്ക് പകരമായി വർണ്ണ ഈ ഷോയിൽ പങ്കെടുക്കുന്ന വിവരം അയാൾ ഉടനടി തന്റെ ബോസിനെ വിളിച്ചറിയിച്ചു. ശ്രീദേവ് ഉത്തരവിട്ടു, ഞാൻ BG ഗ്രൂപ്പിന്റെ ഷോ കാണാൻ പോകുന്നു. വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യ്. യെസ് പ്രസിഡന്റ്. അസിസ്റ്റന്റ് സമ്മതം അറിയിച്ചു. അതത്ര വലിയൊരു ഷോയൊന്നുമല്ലായിരുന്നു. എങ്കിലും വർണ്ണയുടെ പ്രകടനം കാണാൻ അയാൾ അതിയായി ആഗ്രഹിച്ചിരുന്നു. കൃത്യം 11 മണിക്ക് ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ അകമ്പടിയോടെ ഷോ ആരംഭിച്ചു. ഡ്രസ്സിംഗ് റൂമിനുള്ളിൽ വർണ്ണയുടെ മേക്കപ്പ് മുഴുവനും കഴിഞ്ഞിരുന്നു. അവൾ കണ്ണാടിയിൽ നോക്കി നിൽക്കുകയായിരുന്നു. വെള്ള നിറമുള്ള ദേഹത്തോട് ഒട്ടിക്കിടക്കുന്ന ഒരു സിമ്പിൾ ഡ്രസ്സായിരുന്നു അവൾ ധരിച്ചിരുന്നത്. നീനയുടെ അസിസ്റ്റന്റ് ആകെ ഞെട്ടിപ്പോയിരുന്നു. അയാൾ മനസ്സിൽ ചിന്തിച്ചു, വർണ്ണ ചുമ്മാ ഒന്ന് വന്നു നിന്നാൽ മാത്രം മതി, പിന്നെ എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്ക് മാത്രമായിരിക്കും. നീനയ്ക്ക് ഈ കോൺട്രാക്ട് ഉറപ്പായും കിട്ടുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. ഒരു ചെയറിലിരുത്തി നിങ്ങളെ അവർ മുകളിൽ നിന്ന് സ്റ്റേജിലേക്ക് തൂക്കിയിറക്കും. അങ്ങനെയാണ് എൻട്രി. ഈ ബ്രേസ്ലെറ്റിലാണ് ക്രൗൺ സ്റ്റാർ ഉള്ളത്. ഇതായിരിക്കണം മെയിൻ ഫോക്കസ്. ഞാനിത് നിങ്ങൾക്ക് അണിയിച്ചു തരാം. അസിസ്റ്റന്റ് വളരെ ശ്രദ്ധയോടെ ആ ബ്രേസ്ലെറ്റ് വർണ്ണയ്ക്ക് അണിയിച്ചു കൊടുത്തു. എന്തൊക്കെ പറഞ്ഞാലും വർണ്ണ നീനയേക്കാൾ സ്ലിമ്മായിരുന്നു. അതുകൊണ്ട് തന്നെ നീനയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ആ ബ്രേസ്ലെറ്റ് വർണ്ണയുടെ കൈക്ക് വലുതായിരുന്നു. അവളൊന്ന് കൈ ഉയർത്തിയാൽ ആ ബ്രേസ്ലെറ്റ് അവളുടെ കയ്യിൽ ആകെ ഓടിക്കളിക്കുന്ന അവസ്ഥയായിരുന്നു. ഈ ബ്രേസ്ലെറ്റ് BG ഗ്രൂപ്പിന്റെ ഉടമ അയാളുടെ മകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. ആ സ്വർണ്ണ ബ്രേസ്ലെറ്റിന് നടുവിലായി വെളുത്ത വജ്രക്കല്ല് പതിപ്പിച്ച ഒരു കിരീടമുണ്ടായിരുന്നു. ആ കിരീടത്തിന്റെ ഇരുവശത്തും വെള്ളക്കല്ലിൽ കൊത്തിയെടുത്ത 2 നക്ഷത്രങ്ങളുമുണ്ട്. ആ ബ്രേസ്ലെറ്റിന്റെ ഡിസൈൻ ഒരു അച്ഛനും അമ്മയും തങ്ങളുടെ മകളെ സംരക്ഷിക്കുന്നത് പോലെയായിരുന്നു. അയ്യോ, ഇത് നിങ്ങൾക്ക് പാകമല്ലല്ലോ, എന്തു ചെയ്യും? നീനയുടെ അസിസ്റ്റന്റ് ആകെ ആശയക്കുഴപ്പത്തിലായി. വർണ്ണ ചോദിച്ചു, നിങ്ങൾക്ക് എന്നിൽ വിശ്വാസമുണ്ടോ?
അയാൾ തലകുലുക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു. ഈ നിമിഷം നിങ്ങളെ വിശ്വസിക്കാൻ മാത്രമേ എനിക്ക് പറ്റുകയുള്ളൂ. മറ്റു വഴിയൊന്നുമില്ലാത്ത സ്ഥിതിക്ക് അത് മാത്രമേ ഒരു പരിഹാരമായിട്ടുള്ളൂ. നീനിക്ക് ലഭിച്ച വളരെ വലിയൊരു അവസരമായിരുന്നു ഇത്. ഇതെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ വിവേക് പിന്നെ തന്നെ വെച്ചേക്കില്ലെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. വർണ്ണ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. എങ്കിൽ പിന്നെ ഇതെനിക്ക് വിട്ടേക്ക്. അസിസ്റ്റന്റ് തലയാട്ടി. എങ്കിൽ വേഗം ഇറങ്ങാം, സ്റ്റേജിലേക്ക് കയറാൻ സമയമായി. ആ ഓട്ടപ്പാച്ചിലിനിടയിൽ വർണ്ണയുടെ കണ്ണുകളിലെ ഭാവം അയാൾ തിരിച്ചറിയാതെ പോയി. എത്ര കട്ടിയുള്ള മാസ്ക് ധരിച്ചാലും എത്രയൊക്കെ മുഖം മറച്ചാലും വർണ്ണയും നീനയും വേറെ വേറെ തന്നെയാണ്. അതിന് കാരണം അവരുടെ കാലുകൾ തമ്മിലുള്ള വ്യത്യാസമായിരുന്നു. നീനയുടേതുപോലെയുള്ള കാലുകളായിരുന്നില്ല വർണ്ണയുടേത്. വർഷങ്ങൾക്ക് മുമ്പേ വർണ്ണയുടെ കാലുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ കാലുകളാണെന്നായിരുന്നു പൊതുജന സംസാരം. ആർക്കും അക്കാര്യത്തിൽ ഒരു എതിരഭിപ്രായവും ഉണ്ടായിരുന്നില്ല, അവളുടെ ശത്രുക്കൾക്ക് പോലും. എല്ലാവരും കാത്തിരുന്നതുപോലെ നീന അഥവാ വർണ്ണ സ്റ്റേജിലേക്കെത്തി. അവൾ ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. മ്യൂസിക് ആരംഭിച്ചപ്പോൾ അവർ അവളെ ആ കസേരയോടുകൂടി തന്നെ മുകളിൽ നിന്ന് സ്റ്റേജിലേക്ക് പതിയെ തൂക്കിയിറക്കി. എല്ലാവരും ഏറെ ആകാംക്ഷഭരിതരായിരുന്നു. എല്ലാ ക്യാമറ ഫ്ലാഷുകളും സ്പോട്ട് ലൈറ്റുകളും അവൾക്ക് നേരെ തിരിഞ്ഞു. പക്ഷേ ക്രൗൺ സ്റ്റാർ എവിടെ? കാണുന്നില്ലല്ലോ. അതല്ലേ ഷോയുടെ മുഖ്യതാരം. എന്നിട്ട് ക്രൗൺ സ്റ്റാർ കാണാനില്ലല്ലോ. എല്ലാവരും ആശയക്കുഴപ്പത്തിലായി. അവർ വർണ്ണയെ അടിമുടി നോക്കാൻ തുടങ്ങി. എവിടെ ക്രൗൺ സ്റ്റാർ? ക്രൗൺ സ്റ്റാറിന് വേണ്ടിയുള്ള അന്വേഷണത്തിൽ കാണികളുടെ കണ്ണുകൾ വർണ്ണയുടെ കാലുകളിലേക്കും എത്തി. വാവ്, എന്തൊരു ഭംഗിയാ ഈ കാലുകൾക്ക്! സൂപ്പർ! നീളമൊത്ത നല്ല ഇളം നിറമുള്ള വടിവൊത്ത കാലുകൾ. കാണികൾ അസ്വസ്ഥരായി തന്നെ അടിമുടി നോക്കുന്നത് വർണ്ണ ഒരു ചെറു ചിരിയോടെ കാണുകയായിരുന്നു. അവർ നിരാശരായി മാറുന്നത് കണ്ടപ്പോൾ ആ സ്വർണ്ണ നിറമുള്ള മാസ്കിന് പിന്നിൽ വർണ്ണ ഒരു പുഞ്ചിരിയുമായി നിൽക്കുകയായിരുന്നു. വർണ്ണ മെല്ലെ അവളുടെ കൈകൾ വായുവിലുയർത്തി തല അല്പം പിന്നിലേക്ക് ചരിച്ചു. ശേഷം തന്റെ ഇടത്തേക്കാൽ ഒരു ഡാൻസ് സ്റ്റെപ്പിന് സമാനമായി ഉയർത്തിപ്പിടിച്ചു. അവൾ ഒരു മനോഹരമായ ശില്പം കണക്കി അവിടെയിരുന്നു. ആ നിമിഷം അവളുടെ വെളുത്ത നീണ്ട ഗൗണിനടിയിലൂടെ അവളുടെ മനോഹരമായ കാലുകൾ പുറത്തേക്ക് വന്നു. അവളുടെ കണങ്കാലിൽ ക്രൗൺ സ്റ്റാർ തിളങ്ങുന്നുണ്ടായിരുന്നു. ഒരു മായാജാലം കാണുന്ന പ്രതീതിയായിരുന്നു കാണികൾക്ക്. വാവ്! എല്ലാവരും ഒരേപോലെ സ്തബ്ധരായി നിന്നു. ആ കസേരയിൽ ഇരുന്നു കൊണ്ട് വർണ്ണ ഒരു പോസിൽ നിന്ന് അടുത്ത പോസിലേക്ക് നിഷ്പ്രയാസം മാറിക്കൊണ്ടിരുന്നു. അവളുടെ ആ ചലനങ്ങൾ ഏറെ മനോഹരമായിരുന്നു. ഏറ്റവും മികച്ച കാര്യം എന്തെന്നാൽ അവളുടെ ഓരോ ചലനത്തിലും ഓരോ പോസിലും ക്രൗൺ സ്റ്റാറിന്റെ ഭംഗി പ്രത്യേകം എടുത്തു കാണിച്ചിരുന്നു. കാണികൾ ആവേശഭരിതരായി എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അവിടമാകമാനം ആ കൈയടികൾ അലയടിച്ചു. ആ ആൾക്കൂട്ടത്തിനിടയിൽ രണ്ട് കണ്ണുകൾ വർണ്ണയെ തന്നെ ഇമചിമ്മാതെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അത് ശ്രീദേവിന്റേതായിരുന്നു. അയാളുടെ നവവധു. ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തയായ മോഡലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൾ വെറും ഒരു ബി ഗ്രേഡ് മോഡലിന്റെ പകരക്കാരിയായി സ്റ്റേജിൽ നിൽക്കുന്നു. ഒരു കാര്യം സമ്മതിക്കാതെ വയ്യ. 3 വർഷത്തിന് മുമ്പും 3 വർഷത്തിന് ശേഷവും ഇനി എക്കാലവും വർണ്ണ തന്നെയായിരിക്കും. അവൾ ജനിച്ചത് റാമ്പിന് വേണ്ടിയാണ്. അവൾ ഒരു യഥാർത്ഥ മോഡലാണ്. ആരെയും അതിശയിപ്പിക്കുന്ന മനോഹരിയായ മോഡൽ. വർണ്ണയുടെ അവസാനത്തെ പോസും കഴിഞ്ഞതോടെ ആ ഷോ അതിന്റെ ക്ലൈമാക്സിലെത്തി. BG ഗ്രൂപ്പിന്റെ ഉടമ അവളുടെ പെർഫോമൻസിൽ ഏറെ സംതൃപ്തനായിരുന്നു. പക്ഷെ അയാളുടെ കണ്ണിൽ അവൾ വർണ്ണയായിരുന്നില്ല, നീനയായിരുന്നു. BG ഗ്രൂപ്പ് ഉടമ ഉടനെ സ്റ്റേജിലെത്തി. അയാൾ അവളുടെ നീണ്ട കൈയിൽ പിടിച്ച് അവളെ കസേരയിൽ നിന്നും എഴുന്നേൽക്കാൻ സഹായിച്ചു. അയാൾ അവളെയും കൂട്ടി റാമ്പിലൂടെ നടന്ന് സ്റ്റേജിന് മുന്നിലേക്ക് വന്നു. അവർ ഇരുവരും ഒന്നിച്ച് കാണികളെ അഭിവാദ്യം ചെയ്തു. അദ്ദേഹം മൈക്ക് കയ്യിലെടുത്ത് പറഞ്ഞു, താങ്ക് യു. നിങ്ങളെല്ലാവരുടെയും ഈ സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു. പിന്നെ നീന, ഇങ്ങനെയൊരു അടിപൊളി പെർഫോമൻസ് കാഴ്ചവെച്ചതിന് ഒരുപാട് നന്ദി. എനിക്ക് ശരിക്കും ഒരുപാട് ഇഷ്ടമായി. വർണ്ണ നിശബ്ദയായി അവിടെ നിന്നു. അദ്ദേഹത്തിന്റെ അഭിനന്ദനത്തിന് മറുപടിയായി അവൾ ചെറുതായി തന്റെ തലയൊന്ന് കുനിച്ചു. പക്ഷേ പെട്ടെന്ന് കാണികൾക്കിടയിൽ നിന്ന് ഒരു സ്വരം ഉയർന്നു വന്നു. ഇത് നീനയല്ല. ഞാൻ മുമ്പും നീനയെ കണ്ടിട്ടുണ്ട്. അവൾക്ക് ഇത്ര ഭംഗിയുള്ള കാലൊന്നുമില്ല. ഇതുറപ്പായും നീനയല്ല. ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി.
അവർ വർണ്ണയുടെ കാലുകളിലേക്ക് സംശയത്തോടെ നോക്കാൻ തുടങ്ങി. അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇത് നീനിയാണെങ്കിൽ അവളോട് ആ മാസ്ക് ഊരിക്കളയാൻ പറയൂ. അങ്ങനെ ചെയ്യാൻ തയ്യാറാണോ? ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാം ഇമേജസ് മുഴുവനും കള്ളക്കൂട്ടങ്ങളാണെന്ന്. ആ സ്വരം പിന്നെയും പിന്നെയും കനത്തു. അന്തരീക്ഷമാകെ ബഹളമയമായി. സംഘാടകരായ BG ഗ്രൂപ്പിന്റെ ഡിസൈനർമാർ പോലും ആകെ കുഴഞ്ഞുപോയി. അവർക്കും ഇത് നീനിയാണോ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ലായിരുന്നു. ഡിസൈനർമാരിൽ ഒരാൾ അഭ്യർത്ഥിച്ചു, മിസ് നീന, പ്ലീസ് ആ മാസ്ക് ഒന്ന് മാറ്റൂ. അയാൾക്കും അത് നീനിയാണോ എന്ന് ഉറപ്പില്ലായിരുന്നു. ഇനി ഇത് നീന അല്ലെങ്കിൽ പിന്നെ ഇമേജസുമായി തങ്ങൾക്ക് ഒരു ബന്ധവുമില്ലെന്ന് BG ഗ്രൂപ്പ് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. വർണ്ണ ഒന്ന് മടിച്ചു നിന്നു. അവൾക്ക് മുന്നിൽ ഇപ്പോൾ വേറെ ഒരു വഴിയുമില്ല. അവൾ പതിയെ തന്റെ മാസ്ക് അഴിച്ചു മാറ്റാൻ തുടങ്ങി. എല്ലാവരും ശ്വാസമടക്കി പിടിച്ചു നിൽക്കുകയായിരുന്നു. മാസ്ക് നീങ്ങി. അവളുടെ മുഖം കണ്ടതും എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, വർണ്ണയല്ലേ ഇത്? ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നെങ്കിലും അവളുടെ പ്രശസ്തിക്കൊന്നും യാതൊരുവിധ കോട്ടവും തട്ടിയിട്ടുണ്ടായിരുന്നില്ല. നിലവിലുള്ള മോഡലുകളെക്കാൾ നല്ലൊരു പ്രൊഫൈൽ അവൾക്ക് ഇപ്പോഴുമുണ്ട്. അവൾ ഇങ്ങനെ ഒരു B ഗ്രേഡ് മോഡലിന് പകരക്കാരിയായി സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടുമെന്ന് ആരറിഞ്ഞു? അവൾ മനഃപൂർവ്വം ഇത് ചെയ്തതാണോ? ഒരു ഹൈപ്പിന് വേണ്ടി? അതോ ആരെങ്കിലും അവളെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതോ? വർണ്ണ, ഇത് വർണ്ണ തന്നെയാണ്. അവിടെ കൂടിയിരുന്ന റിപ്പോർട്ടർമാരും ഉറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ട് അവളുടെ ചുറ്റും കൂടി. അവിടെ നിന്നും രക്ഷപ്പെടാൻ അവൾക്ക് മുന്നിൽ ഒരു വഴിയുമില്ലായിരുന്നു. റിപ്പോർട്ടർമാർ അവരുടെ ജോലി തുടങ്ങി. വർണ്ണ, എന്താണ് ഇവിടെ നടക്കുന്നത്? ഒന്ന് പറയാമോ? നീനിയല്ലേ ഈ ഷോ പ്രസന്റ് ചെയ്യേണ്ടിയിരുന്നത്? പിന്നെ നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നു? നിങ്ങളെ 3 വർഷം മുന്നേ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തതല്ലേ? ഒരു തിരിച്ചുവരവാണോ ഈ ഷോയിലൂടെ നിങ്ങൾ ലക്ഷ്യം വെച്ചത്? മുമ്പ് നിങ്ങൾ ഒരു വലിയ മോഡലായിരുന്നു. നിങ്ങൾ ഇപ്പോൾ നീനയുടെ അവസരങ്ങൾ തട്ടിയെടുക്കാൻ നോക്കുകയാണോ? നീനയുടെ പരിക്ക് മുതലെടുത്ത് അവൾക്ക് വന്ന ഓഫർ സ്വന്തമാക്കാനാണോ നിങ്ങളുടെ ശ്രമം? തീർച്ചയായും നിങ്ങൾ വെറുതെ ഒരു ഹൈപ്പിന് വേണ്ടി ശ്രമിക്കുകയാണ്. നീന പരിക്ക് പറ്റി ആശുപത്രിയിൽ കിടക്കുകയാണെന്ന് ഞങ്ങൾ എല്ലാവർക്കും അറിയാം. എന്നിട്ടും നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ സാധിച്ചു? നിങ്ങൾ സൂപ്പർ മോഡൽ അല്ല, ഒരു ചീപ്പ് മോഡലാണ് വർണ്ണ. അവരുടെ ചോദ്യങ്ങൾ പരിധി വിട്ടു തുടങ്ങിയിരുന്നു. അവർ പരസ്യമായി വർണ്ണയെ അധിക്ഷേപിക്കുകയായിരുന്നു. ഒരു ഔട്ട്ഡേറ്റഡ് ചീപ്പ് മോഡൽ മാത്രമാണ് നിങ്ങൾ. നീനയ്ക്ക് അർഹതപ്പെട്ട ഓഫറാണിത്. അവൾക്ക് തന്നെ തിരിച്ചു കൊടുക്കൂ. റിപ്പോർട്ടർമാരുടെ ഈ അവഹേളനം സഹിക്കവയ്യാതായപ്പോൾ വർണ്ണ അവിടെ നിന്നും പിൻവാങ്ങാൻ ഒരുങ്ങി. പക്ഷെ അവർ വീണ്ടും അവളെ വളഞ്ഞു. ഉന്തും തള്ളുമായി ആ നിമിഷം BG ഗ്രൂപ്പും അതിൽ ഇടപെട്ടു. അവരുടെ ഡിസൈനർ പറഞ്ഞു തുടങ്ങി, ഇമേജസിനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. അവരെന്താണ് ഈ ചെയ്തത്? നുണ, വലിയൊരു നുണ, ചതി. ഞങ്ങൾ ആവശ്യപ്പെട്ടത് നീനെ, എന്നാൽ കിട്ടിയതോ വർണ്ണ എന്ന തേർഡ് റേറ്റ് മോഡലിനെ. എത്ര വലിയ ചതി! ആ ഡിസൈനർക്ക് 3 വർഷം മുമ്പ് വർണ്ണ എത്രമാത്രം പ്രശസ്തിയായിരുന്നു എന്നൊന്നും അറിയില്ലായിരുന്നു. അയാൾക്കാകെ കൂടി അറിയാവുന്ന ഒരു കാര്യം ഈ അടുത്ത കാലത്തൊന്നും ഈ മോഡൽ ഒരു വേദിയിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നതായിരുന്നു. അയാൾ തറപ്പിച്ചു പറഞ്ഞു, നിന്നെ ഞങ്ങൾ കോടതിയിൽ കണ്ടോളാം. ഇപ്പോൾ ഈ നിമിഷം ഇവിടെ നിന്നും കടന്നുപോ. എന്റെ റാമ്പിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ നീ യോഗ്യയല്ല, പൊയ്ക്കോ. അയാളുടെ ആ ശബ്ദം ആ ഹാൾ മുഴുവനും മുഴങ്ങിക്കേട്ടു. റിപ്പോർട്ടർമാർ അടക്കം അമ്പരന്നുപോയി. മുമ്പൊരിക്കലും ഒരു ഡിസൈനർ മോഡലിനെ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന രംഗം അവരുടെ കരിയറിൽ ഉണ്ടായിട്ടില്ല. അയാൾ വീണ്ടും അലറി വിളിച്ചു പറഞ്ഞു, ഇനിയും എന്താ നീ നോക്കി നിൽക്കുന്നത്? കടന്നു പോവാനല്ലേ പറഞ്ഞത്? വർണ്ണ ഇങ്ങനെയൊരു രംഗം നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. തന്റെ നാണക്കേട് മറയ്ക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു. ആ നിമിഷം സദസ്സിന് പിന്നിൽ നിന്ന് ഗാംഭീര്യം നിറഞ്ഞ ഒരു ശബ്ദം അവിടെ ആകമാനം മുഴങ്ങിക്കേട്ടു. അതെ, ഇവിടെ നിന്നും കടന്നു പോകേണ്ട ഒരാൾ ഇവിടെയുണ്ട്. അപ്രതീക്ഷിതമായി കേട്ട ആ സ്വരത്തിന്റെ ഉറവിടം തേടി റിപ്പോർട്ടർമാരടക്കം എല്ലാവരും തിരിഞ്ഞു നോക്കി. അതാ അവിടെ ശ്രീദേവ് നിൽക്കുന്നു. പനാഷെ ഇന്റർനാഷണലിന്റെ CEO സാക്ഷാൽ ശ്രീദേവ് തന്നെ. എല്ലാവരും ഒരേപോലെ ഞെട്ടി. ഇദ്ദേഹം എന്താണ് ഇവിടെ? അതും ഈ സദസ്സിൽ? എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു ശ്രീദേവിന് കള്ളത്തരം കാണിക്കുന്നവരോട് വെറുപ്പാണെന്ന്. അദ്ദേഹം തന്റെ വ്യക്തി ജീവിതത്തിലായാലും ഔദ്യോഗിക ജീവിതത്തിലായാലും സത്യസന്ധതയ്ക്ക് ഒരുപാട് മൂല്യം നൽകിയിരുന്നു. വർണ്ണ സ്വന്തം ശവക്കുഴി തോണ്ടിയിരിക്കുന്നു. അവിടെയുണ്ടായിരുന്ന എല്ലാവരും ശ്വാസമടക്കി പിടിച്ചു നിന്നു. ഇമേജസിനെന്നല്ല മറ്റാർക്കും അവളെ ഇനി രക്ഷിക്കാനാവില്ല.
അവളുടെ കാര്യം മഹാകഷ്ടം തന്നെ. എല്ലാവർക്കും അവളോട് വലിയ സഹതാപം തോന്നി. എന്നാൽ അവരുടെയൊക്കെ പ്രതീക്ഷകൾക്ക് വിപരീതമായി ശ്രീദേവ് മുന്നോട്ട് നടന്നു വന്ന് വർണ്ണയോടൊപ്പം നിന്നു. ഒരു രാജാവിനെ പോലെ അയാൾ ആ ഡിസൈനറിനോട് കൽപ്പിച്ചു, പക്ഷേ അത് അവളല്ല, നിങ്ങളാണ് ഇവിടെ നിന്നും കടന്നു പോകേണ്ടത്. ഈ കേരളത്തിൽ നിന്ന് തന്നെ BG ഗ്രൂപ്പിനെ മായ്ച്ചു കളയാൻ എനിക്കത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങളുടെ ജുവലറിയുടെ തിളക്കത്തിന്റെ 7 അയലത്ത് പോലും വരുന്നില്ല നിങ്ങളുടെ സാമാന്യ മര്യാദ. വർണ്ണയുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അവളുടെ നവവരൻ, അവളുടെ ഭർത്താവ് അവൾക്ക് വേണ്ടി ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കുമെന്ന്. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.